എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. യെസ്, അതാണ് ഇപ്പൊ പുതിയൊരു ദിവസം പുതിയൊരു തുടക്കം. ഞാൻ അമ്മൂട്ടി വീണ്ടും വന്നിരിക്കുകയാണ്. അമ്മൂട്ടി പറഞ്ഞോളൂ, എന്താണ് ഇന്നത്തെ നമ്മുടെ പരിപാടി? ഓപ്പോസിറ്റ് മൂഡ് ആക്ടിംഗ് ചലഞ്ച്. ഞാൻ ഹാപ്പി ആണെങ്കിൽ ടിൻചൻ ആംഗ്രി ആയിരിക്കും, ഞാൻ റൊമാൻറ്റിക് ആണെങ്കിൽ നീയോ? ഞാൻ സാഡ് ആയിരിക്കും. നമ്മുടെ ലൈഫിൽ സ്ഥിരമായിട്ട് ഞങ്ങൾ ഉപയോഗിക്കുന്ന കുറച്ചധികം ഡയലോഗ്സ്. ഈ ഡയലോഗ്സിനെ നമ്മൾ ഒരേ ടൈമിൽ പല പല റൗണ്ട് ആയിട്ട് പല പല സിറ്റുവേഷൻ ആയിട്ട് പല പല മൂഡില് ഓപ്പോസിറ്റ് ആയിട്ട് നിന്ന് ചെയ്യും. ഇതാണ് ഇന്നത്തെ നമ്മുടെ ചലഞ്ച്. അടിപൊളിയായിരിക്കും. അപ്പൊ ഓരോ റൗണ്ട് ആയിട്ടായിരിക്കും നമ്മൾ തുടങ്ങാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ ഫസ്റ്റ് റൗണ്ടിലേക്ക് പോരാം. ഫസ്റ്റ് റൗണ്ട് ഹാപ്പി മൂഡ് ആൻഡ് ആംഗ്രി മൂഡ്. സ്ഥിരമായിട്ട് നടക്കുന്ന ഒരു മൂഡാണ് ഇത്. ഈ ഒരു മൂഡിൽ പറ്റിയ ഒരു ഡയലോഗ് കൂടെയാണ്. ടിൻചന് പിന്നെ ചായ വിട്ടുള്ള കളി ഇല്ലല്ലോ, ഒരു ചായ വേണം. അപ്പൊ ഈ റൗണ്ടില് ഹാപ്പി മൂഡ് ആരാണ്? ഞാൻ ആംഗ്രി മൂഡും. നേരെ ഓപ്പോസിറ്റ് ആണ് എല്ലാ ദിവസവും നടക്കാറ്. അപ്പം ഇതിനെ നമ്മള് ഫസ്റ്റ് റൗണ്ടിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പൊ നമുക്ക് നേരെ നമ്മളെ ഫസ്റ്റ് റൗണ്ടിലേക്ക് പോയാലോ? ആക്ഷൻ. എനിക്കൊരു ചായ വേണം ചേട്ടാ. ഇതെന്തോ ഇത് കരയുന്ന പോലെ പിച്ചക്കാരൻ വന്നിരിക്കുന്ന പോലെ ഉണ്ടല്ലോ. എനിക്കൊരു ചായ വേണം ടിൻച. ഇനി ആക്ഷൻ വേണം, ചിരി വേണം, സന്തോഷം. എനിക്കൊരു ചായ താടി ടിൻച. സന്തോഷം പോരാ, സന്തോഷം. എനിക്കൊരു ചായ താടി ടിൻച. ഒന്നുകൂടെ മനസ്സിലാക്കി, എനിക്കൊന്നുകൂടെ കാണാൻ വേണ്ടിട്ടാ. എനിക്കൊരു ചായ വേണം ടിൻച. ഇവളുടെ സന്തോഷം കണ്ടിട്ട് എനിക്ക് ചിരി വരുന്നുണ്ട്. എന്റെ ആംഗ്രിയാണ്. എന്റെ ആംഗ്രിയിലേക്ക് പോവാം. അമ്മൂട്ടി, എനിക്കൊരു ചായ വേണം. ഇത് ഞാനല്ല പറഞ്ഞേ. അല്ല, ആക്ഷൻ മൂഡ്, ആംഗ്രി മൂഡ്. അമ്മൂട്ടി, എനിക്കൊരു ചായ വേണം. എനിക്കൊരു ചായ വേണം. എനിക്കൊരു ചായ വേണമെന്നാ പറഞ്ഞത്. ചിരി വരുന്നല്ലോ ഇത്. നീ എന്നെ ചിരിപ്പിക്കല്ലേ, ഞാൻ ആംഗ്രി മൂഡാണ്. അമ്മൂട്ടി, എനിക്കൊരു ചായ വേണം. നീ എന്തിനാണ് ചിരിപ്പിക്കുന്നേ? വേണ്ട 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 വേണ്ട. ആംഗ്രി മൂഡ് വിട്ട് കളിക്കല്ലേ, ആംഗ്രി മൂഡ് വിട്ട് കളിക്കല്ലേ. അമ്മൂട്ടി, എനിക്കൊരു ചായ വേണം. എനിക്കൊരു ചായ വേണമെന്നാ പറഞ്ഞേ. ചായ വേണം, ചായ വേണം, ചായ വേണം. ഇത് ഹാപ്പി മൂഡാണ്, ഇത് സാഡ് മൂഡല്ല. ഹാപ്പി മൂഡാ വേണ്ടത്. കരഞ്ഞു കാല് പിടിച്ചാല് ഹാപ്പി മൂഡാണ് കേട്ടോ. ടിൻച, നമുക്കൊരു ഷോപ്പിങ്ങിന് പോയാലോ ടിൻച? ഇത് ഓവർ ആക്ടിങ് ആണല്ലോ. വൺസ് അഗൈൻ വൺ ടേക്ക്. ടിൻച, നമുക്ക് ഷോപ്പിങ്ങിന് പോയാലോ? ടിൻച, നമുക്കൊരു ഷോപ്പിങ്ങിനൊക്കെ പോയാലോ? അമ്മൂട്ടി, വാ നമുക്ക് ഷോപ്പിങ്ങിന് പോവാം. വാ നമുക്ക് ഷോപ്പിങ്ങിന് പോവാന്നാ പറഞ്ഞേ. ഷോപ്പിങ്ങിന് പോവാ. എനിക്ക് അറിയുമോട്ട് താടിച്ച, അറിയുമോട്ട് താടിച്ച, റിമോട്ട് താടിച്ച. ഓ, വല്ലാത്ത അവസ്ഥയാണ് ഗൈസ്. അമ്മൂടി, ആ റിമോട്ടിങ് തന്നെ. അമ്മൂടി, എടി നിന്നോടാ പറഞ്ഞ റിമോട്ടിങ് തന്നെ. എടി നിന്നോടാ പറഞ്ഞ റിമോട്ടിങ് തന്നെ. അവിടെ റിമോട്ട് വരുന്നില്ല. അറിയും നീ കണ്ടോ? കാണിച്ചിരുന്നു ഞാൻ ഫുള്ളായിട്ട് അങ്ങ് ഓഫ് ആക്കും. ഹാപ്പി മൂഡ്, ഐ ലവ് യു എന്ന് പറയണം. ഞാൻ ഒന്ന് കേക്കട്ടെ. അല്ല, പ്രൊപ്പോസ് സീനാണോ? എന്നാ വെയിറ്റ്, ഞാനൊരു പൂ പറിച്ചിട്ട് അങ്ങ് തുടങ്ങാം. ഐ ലവ് യു, ഐ ലവ് യു. ഓക്കെ, ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു എന്ന് പറഞ്ഞാൽ ഐ ലവ് യു. എന്നോട് എനിക്ക് ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു, അത്രേ ഉള്ളൂ. ഐ ലവ് യു. എടി, എന്നോട് എനിക്ക് ഐ ലവ് യു, ഐ ലവ് യു എന്ന് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഐ ലവ് യു, ഐ ലവ് യു. നെക്സ്റ്റ് സെക്കൻഡ് റൗണ്ട്, റൊമാൻറ്റിക് മൂഡ് ആൻഡ് ഷൈ മൂഡ്. അമ്മൂട്ടി, റൊമാൻറ്റിക് മൂഡിലാണ് ചായ വേണമെന്ന് പറയുന്നത്. എനിക്കൊരു ചായ ടിൻച. എന്തോ ചായ വേണം ടിൻച. നാണം കുടുങ്ങി. ഇപ്പൊ നീ കാണിച്ചത് ഞാനെങ്ങനെ ഞാനെങ്ങനെ കാണിക്കാം? എന്റെ എടുക്കരുത്.
ഇവിടെ തലയും കുറിച്ചല്ലേ. അമ്മൂട്ടി എനിക്കൊരു ചായ വേണം. റൊമാൻറ്റിക് മൂഡ്. നമുക്ക് ഷോപ്പിങ്ങിനൊക്കെ പോയാട്ടോ. റൊമാൻറ്റിക് കാലിൽ നഖം വരക്കണം. കാലിലെങ്ങനെയാടാ നഖം വരയ്ക്കുന്നത്? നഖം വരയ്ക്കുക, കാലും കൊണ്ട് വരയ്ക്കില്ല. അത് പറഞ്ഞോളൂ. നമുക്കൊരു ഷോപ്പിങ്ങിനൊക്കെ പോയാലോ? പറഞ്ഞ സ്ഥിതിക്ക് പോയേക്കാം. പോയിട്ട് വരാം. ബൈ. അമ്മൂട്ടി നമുക്കേ ഷോപ്പിങ്ങിനൊക്കെ പോയാലോ? ഷോപ്പിങ്ങിന് പോകാൻ ഇഷ്ടമാണോ? എന്നാ പിന്നെ ഷോപ്പിങ്ങിന് പോവാം. പൈസ ഉണ്ട്. പോയിട്ട് വരാം. റിമോട്ടിങ് താടിഞ്ച മുട്ടി എടി ആ റിമോട്ടിങ് താടി എടി ഞാൻ കാണട്ടടി. ഞാൻ കാണട്ടടി. കൊണ്ടുപോടി കൊണ്ടുപോയി. ഞാൻ പ്ലീസ്. എന്താ? ആ ശരി. നീയെങ്കിലും എന്താ റിമോട്ട് ഇല്ല എൻ്റെ കയ്യിൽ. റൊമാൻറ്റിക് മൂഡ്. എന്നോട് പറയണ ഐ ലവ് യു ടിൻചാ. ഐ ലവ് യു ടിൻചാ. എനിക്ക് എനിക്ക് നിന്ന് ഐ ലവ് യു. I love you. I love you കേട്ടോ. Okay, third round. Crying mood and drunk mood. എനിക്കൊരു ചായ ആക്കി താടിച്ച. നീ എന്തിനാണ് നിന്റെ കരച്ചിൽ കണ്ടിട്ട് ഒന്നുകൂടെ കഴിഞ്ഞോളൂ. എനിക്കൊരു ചായ ആക്കി താടിച്ച. കരി എടി എവിടെ എനിക്കൊരു ചായ കൊണ്ട് പാടി. വെള്ളം കൊണ്ട് ചായ എടുത്തിട്ട് പാടി. ഇത് ചാരായാണല്ലോ അടിച്ചേക്കുന്നത്. ചായ ഞാൻ ചായ കൊണ്ട് ചായ ചായൊന്നുമില്ല. ചാരായ കുടിച്ചിരിക്കത്. എവിടെയും കൊണ്ടത് എന്റെ ഒരു ഷോപ്പിങ്ങിന് പോകാനും എന്നെ കൊണ്ടുവന്നു. നിനക്കിപ്പോ എന്താ വേണ്ടേ? എന്നെ ഒരു ഷോപ്പിങ്ങിനൊക്കെ കൊണ്ടുപോകും. എന്നെ എവിടെയും കൊണ്ടുപോകും. എന്നെ ഒരു ഷോപ്പിങ്ങിന് പോലും കൊണ്ടുപോകാറില്ല. നിന്റെ കോപ്പിക്കല്ല ഷോപ്പിങ്ങിന് പോയിട്ട് വരാ. കൈവിട്ട് പോയതാ. നീ ഇവിടേക്ക് വരുന്നോ? നമുക്ക് ഷോപ്പിങ്ങിന് പോയിട്ട് വരാടി. നീ വിളിക്കുമ്പോഴത്തേനും വരെ എന്താ ഇത് അങ്ങനെ പറയണ്ട. എനിക്ക് അത് ഇഷ്ടമല്ല. എൻ്റെ കയ്യിൽ നിന്ന് കാശ് കൂടി. നീ ഇപ്പൊ ഷോപ്പിങ്ങിന് ഇറങ്ങടിയാണ്. ഷോപ്പിങ്ങിന് പോകുമ്പോ പോയിട്ട് എടുത്താ. റിമോട്ട് ഇങ്ങോട്ട് താ. റിമോട്ട് താ. തരൂല. നീ അതാ അമ്മച്ചേച്ചി കരയുന്നത്. കാർക്ക് വൈദ്യ പോലെ ചെയ്തില്ലടി. റിമോട്ടിങ് ആടി. ഞാൻ റിമോട്ടിങ് തരുന്നു. എനിക്ക് ഇവിടെ റിമോട്ടിങ് ആയി. കരഞ്ഞ് തല വിളിച്ചിട്ട് ഇഷ്ടം. I love you.
I love you. I love you. ഇത് ഹൃദയത്തില് എന്റെ ഹൃദയം തോന്നാൻ I love you. And last round, overacting mode. എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തു. എനിക്കൊരു ചായ ആക്കി തരാ. എനിക്കൊരു ചായ ആക്കി താ. എനിക്കൊരു ചായ ആക്കി താ. എനിക്കൊരു ചായ ആക്കി തരാ. എനിക്കൊരു ചായ ആക്കി താടാ. ഞാൻ ഓവറാക്കണം അല്ലേ? അത് പ്രത്യേകിച്ച് ആക്കേണ്ട ആവശ്യമില്ല. നീ ഓവർ തന്നെയാ. എനിക്കൊരു ചായ വേണേ. എനിക്കൊരു ചായ ചായ വേണമേ ചായ ചായ ഇട്ടോ. ഈ വീട്ടിൽ ആരും ഇല്ലേ? തന്നെ മീൻ കച്ചവടം. കുറച്ച് ചായ ഇട്ടോ. ഇവിടെ ആരുണ്ടോ? അമ്മൂട്ടിയെ ചായ ചായ മീൻ വിളിക്കുന്നു. നമുക്ക് ഷോപ്പിങ്ങിനൊക്കെ പോയാലോ? ഷോപ്പിങ്ങിനൊക്കെ പോയാലോ? അമ്മൂട്ടി നമുക്കൊരു ഷോപ്പിങ്ങിനൊക്കെ പോയി കറങ്ങി അടിച്ച് വന്നാലോ? പോയാലോ? കറങ്ങാലോ? I love you, I love you, I love you. I love you, I love you, I love you, I love you, I love you my dear. Yes guys, അപ്പൊ ഇതാണ് നമ്മുടെ ഓപ്പോസിറ്റ് മൂഡ് ആക്ടിംഗ് ചാലഞ്ച്. ആരാ നന്നായി അഭിനയിച്ചെന്ന് നിങ്ങൾ കമന്റ് ഇടുക. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ആയി അറിയിക്കുക, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ വേണ്ടി നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണുന്നവരെ ബൈ.